ടി വി പ്രസാദ്, എങ്ങനെയാണ് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ട്, മാർക്കറ്റിൽ ആൾ കുറവുണ്ടോ അതോ പതിവ് തിരക്കുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉത്രാടത്തലേന്നാണ് ഇന്ന്. കനത്ത മഴയാണ്. രാത്രി മാത്രമല്ല അരുൺ, അല്പസമയം മുമ്പ് വരെ കനത്ത മഴയാണ് പെയ്തത്. പിന്നെ ചാല മാർക്കറ്റിൽ എപ്പോൾ നോക്കിയാലും ഉത്രാടപ്പാച്ചിൽ പോലെയാണ് ദൃശ്യങ്ങൾ. നമുക്കിതാ കാണാം. ഒരുപാട് പേർ സാധനങ്ങൾ തലയിലേറ്റി ഇങ്ങോട്ടേക്ക് വരുന്നു, അങ്ങോട്ടേക്ക് പോകുന്നു. ഈ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ കടകളിലേക്കുമുള്ള പച്ചക്കറി വാങ്ങിക്കുന്നത് ഇവിടുന്നാണ്. വീട്ടിലേക്കാണോ? വില എങ്ങനെയുണ്ട്? വില ഭയങ്കര തന്നെ. കൂടുതലുണ്ടോ? ഏതിനാ കൂടുതലല്ലേ? എല്ലാം കുറച്ച് കൂടുതലും ഓണായിട്ട്. സാധാരണ ഉത്രാടത്തിനല്ലേ ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാറ്. ഇതെന്താ നേരത്തെ? നമ്മൾ നാളെ വരുമ്പോൾ തിരക്കായി പോകുന്നു. അതുകൊണ്ടാണ് വില ഭയങ്കരമായിട്ട് കൂടുതലുണ്ടോ? ഏറ്റവും കൂടുതലില്ല. ഇല്ല, വലിയൊരു വിലക്കയറ്റം പറയാം. ഇല്ല ഇല്ല. ചിലതിന് 50, 60 അല്ലേ, 30, 40 അങ്ങനെ ഒരു മാറ്റം. ഓണം എങ്ങനെയുണ്ട് പൊതുവെ? കുഴപ്പമില്ല. മഴ മഴ മഴയാണ് അരുൺ. മഴ ആര് ചോദിച്ചാലും മഴയാണ് മഴ. ഇതെല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി ഇതിലിപ്പോൾ കൂടുതൽ ആളുകളും കച്ചവടക്കാരാണ് അരുൺ. ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കടകളിലേക്കൊക്കെ വന്ന് കച്ചവടം നടത്തുന്നത്. എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചോണ്ടിരിക്കണം. പിന്നെ വീട്ടിലേക്കുള്ളത് അയ്യോ അല്ല, കടയിലേക്ക്, ഞങ്ങൾക്ക് കടയിലെത്തിക്കാണ്. കടയിലേക്കുള്ളത് ഈ ഓണ സമയത്ത് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഷോക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെയാണ്. വിലയുണ്ടോ? എന്താ അവസ്ഥ? എല്ലായിടത്തും ചോദിക്കുമ്പോൾ വിലയുണ്ടോ? ഭയങ്കര വിലയാണ്. 40 രൂപയ്ക്കുള്ള സാധനമൊക്കെ 75, 80. അത്ര കൂടിയത് അതങ്ങനെയാണ്. ഓണമായതുകൊണ്ട്. ഓണായതുകൊണ്ട് ഓണമാകുമ്പോൾ ഡബിൾ ചാർജാണ്. അപ്പോൾ കച്ചവടം കുറയുന്നുണ്ടോ വില കൂടുതലായിട്ട്? എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് ചേച്ചി? വന്നതേ ഉള്ളൂ. നോക്കാണ്, വാങ്ങിക്കാണ്. ഓണം എങ്ങനെയുണ്ട് പ്രാവശ്യം പൊതുവിൽ? മഴയെല്ലാം കൂടെ ഒരു അരുണിത നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴാണ് ആളുകളൊക്കെ വരിക. ഇപ്പോൾ മിക്കവാറും ആളുകൾ കടകളിലേക്കൊക്കെ സാധനം കൊണ്ടുപോകുന്നവരാണ്. ചാലക്കമ്പോളത്തിലേക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അല്ലേ തലയിലിരിക്കുന്ന ഭാരം ഒന്ന് നോക്കൂ. നേരത്തെ ആ ക്യാമറയിൽ നമ്മൾ കണ്ടതാണ്. 2 ചാക്കൊക്കെ തലയിൽ വെച്ചാണ് പാവപ്പെട്ട മനുഷ്യൻ പോകുന്നത്. ഇന്നും നാളെയൊക്കെ നല്ല ബിസിനസ്സും നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരുപാട് ലോഡൊക്കെ വരും. ആ ലോഡൊക്കെ തലയിലേറ്റി ഇതാ പാവപ്പെട്ട മനുഷ്യൻ പോകുന്നുണ്ടോ? 2 ലോഡ് അല്ലേ? ആ 2 ലോഡ് ആ ചാക്കിനകത്ത് എത്ര കിലോ ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട മനുഷ്യൻ 40-45 വയസ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ അധ്വാനിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നമ്മൾ ഈ ഓണം വൈബ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാനും സെറ്റ് സാരി ഉടുക്കാനും ഒക്കെ നടക്കുമ്പോൾ അതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള മനുഷ്യർ അവിടെ ചാലക്കമ്പോളത്തിൽ പോയി സാധനങ്ങൾ വാങ്ങി അവർ പലചരക്ക് കടയിൽ നിന്ന്, പലചരക്ക് കടയിൽ നിന്ന്, പച്ചക്കറി കടയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക്.